മാസ്വലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, പൂർണ്ണവർഗങ്ങൾ. പൂർണ്ണവർഗവുമായി ബന്ധപ്പെട്ട് എന്താണ് എന്നും അതിന് ഏറ്റവും മാക്സിമം പോയാൽ എന്തൊക്കെയാണ് അതിൽ പഠിക്കേണ്ടത് എന്നും ഉള്ള എല്ലാ കാര്യങ്ങളും ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന സമയത്ത് നിങ്ങൾക്കത് ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ പൂർണ്ണവർഗം അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഗുണിച്ച് കിട്ടുന്നതാണ് ഈ 3ന്റെ പൂർണ്ണവർഗം. 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 25 കിട്ടും. അപ്പൊ 5ന്റെ വർഗമാണ് 25, 3ന്റെ വർഗമാണ് 9. അതായത് 3ന്റെ സ്ക്വയർ ഓഫ് 3 ആണ് നമുക്ക് കിട്ടുന്നത് 9. സ്ക്വയർ ഓഫ് 3 എന്ന് പറയുന്നത് ചുരുക്കിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും, 3 സ്ക്വയർ ഈക്വൽ ടു 9. ഓക്കെ, അപ്പൊ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ നമ്പറിന്റെ 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞ മീനിങ് 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ച് കിട്ടുന്ന വില. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5നെ 5 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന വില. 5നെ 5 കൊണ്ട് ഗുണിച്ച് കിട്ടുന്നത് നമുക്കറിയാം 25. അങ്ങനെ നിങ്ങൾ 1 മുതൽ 25 വരെയുള്ള എല്ലാ നമ്പറുകളുടെയും സ്ക്വയറുകൾ പഠിച്ചു വെക്കണം. അതായത് 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 16, 25, 36, 49, 64, 81, അതേപോലെ 100. അതായത് ഇത് 4ൻ്റെതാണ്, 5ന്റെ, ഇങ്ങനെയുള്ളത് 25 വരെ. ഇത് അവസാനം വരുന്നത് 10ന്റെ സ്ക്വയർ. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 × 10. അപ്പോൾ എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അതിന്റെ മീനിങ് എക്സ് × എക്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സ്ക്വയറുകൾ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഓരോ നമ്പറിന്റെ സ്ക്വയർ ഇപ്പം നമ്മൾ പറഞ്ഞു, ഈ 64, 81, 100 എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഈ സ്ക്വയറായിട്ടുള്ള നമ്പറുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എല്ലാ നമ്പറുകളും സ്ക്വയറുകളായിട്ട് വരില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും വന്നില്ല, 2 ഇല്ല, 3 ഇല്ല, 4 ഇവിടെ ഉണ്ട്, 5, 6, 7, 8 ഇല്ല, 9 ഉണ്ട്. അപ്പൊ എല്ലാ നമ്പറുകളും സ്ക്വയർ ആയിട്ട് വരുന്നില്ല. സ്ക്വയറായി വരുന്ന നമ്പറുകളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഇതിൽ വരുന്ന നമ്പറുകളിൽ അവസാനം വരുന്ന നോക്കിയാൽ 1 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 5 വരുന്നുണ്ട് അല്ലെ. അപ്പൊ വരുന്ന നമ്പറുകളിൽ ഏതൊക്കെയാണ്? പിന്നെ 0 വരുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ 4 ഇവിടെ വന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഇവിടെ 4 ഞാൻ എടുത്തു. 9 ഇവിടെ വന്നു കഴിഞ്ഞു, 6 ഇവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ നമ്പറുകളുടെ അവസാനം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു നമ്പറും അവസാനിക്കുന്നത് ഏതെല്ലാം നമ്പറുകളിലാണ് നോക്കിയാൽ കാണാൻ പറ്റും. 0 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, പിന്നെ 4 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. അപ്പൊ ഇത്രയും നമ്പറുകളാണ് സ്ക്വയറുകളായിട്ട് വരുന്നത്. ഇതിന് നമുക്കൊന്ന് ക്രമത്തിൽ എഴുതിയാല് 0, 1, 4, 5, 6, 9. ഈ എത്ര നമ്പറുകൾ? 6 നമ്പറുകളാണ് നിങ്ങൾക്ക് സ്ക്വയറിന്റെ അവസാനം വരുന്നത്. അപ്പൊ അവസാനം വരാത്ത നമ്പറുകൾ ഏതാണ്? സ്ക്വയറിന്റെ അവസാനം വരാത്ത നമ്പറുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 വരുന്നില്ല, ഏതിന്റെയും അവസാനം 2 ഇല്ല, 2 ഇല്ല, 3 ഇല്ല, 7 ഇല്ല, 8 ഇല്ല. 7, 8 അവസാനം വരുന്നില്ലല്ലോ, ഇല്ല. അപ്പൊ നമ്മൾ സ്ക്വയറുകളുടെ ആദ്യത്തെ പ്രത്യേകത മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു സ്ക്വയർ നമ്പർ, ഒരു പൂർണ്ണവർഗത്തിന്റെ അവസാനത്തെ നമ്പറുകൾ എന്ത് വരില്ല? ഒരിക്കലും 2, 3, 7, 8 ഇവ വരില്ല. അതൊന്ന് നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി വെക്കുക. അപ്പൊ പിന്നെ ഏതല്ലേ വരുള്ളൂ? ഇതൊഴിച്ച്, ഈ 4 ഒഴിച്ച് ബാക്കി വരുന്ന 6 നമ്പറുകളാണ് സ്ക്വയറിന്റെ അവസാനമായിട്ട് വരുന്ന നമ്പർ. ഇനി ഈ നമ്പർ വരുമ്പോഴുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 0 വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അവസാനം 2 0 ഉണ്ടാവും.
2 പൂജ്യം, ഒറ്റ പൂജ്യമായിട്ട് നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഏത് നമ്പറിന്റെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതായത് 10ന്റെ സ്ക്വയർ ആണ് എന്ത് വരുന്നത്? 10 × 10 ഈക്വൽ ടു 100 എന്നറിയാം നമുക്ക്, അല്ലെ? അപ്പൊ 10 ഒരു പൂജ്യമുള്ളതിന്റെ സ്ക്വയർ 2 പൂജ്യം വന്നു. ഇനി അടുത്ത് നോക്കാം, 100ന്റെ സ്ക്വയർ നോക്കാം. 100 × 100, 100 × 100 നമുക്ക് എത്രയാ കിട്ടുക? 1 എത്ര കിട്ടും? 4 പൂജ്യം, 10,000 കിട്ടും. 3 പൂജ്യത്ത് കിട്ടൂല. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും പൂജ്യം വരുന്ന സമയത്ത് അവയുടെ എണ്ണം ശ്രദ്ധിക്കണം. പൂജ്യം ഇത് വരില്ല. അപ്പൊ വരുന്നത് ഏതെല്ലാണ്? 0, 1, 4, 5, 6, 9 ഇവ വരാം. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ, അത് ഞാൻ കാര്യം ചോദിച്ചു, എഴുതി വെക്കണേ, കൃത്യമായിട്ട് എഴുതി വെക്കണം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ, പൂജ്യം വരുമ്പോൾ അത് എത്ര പൂജ്യം വരുള്ളൂ? 0 പൂജ്യം വരാം, അല്ലെങ്കിൽ എത്ര പൂജ്യം വരാം? 4 പൂജ്യം വരാം, അല്ലെങ്കിൽ 6 പൂജ്യം വരാം. ഇരട്ട നമ്പറുകൾ, ഇരട്ട സംഖ്യകളായിട്ടുള്ള പൂജ്യങ്ങളായിരിക്കും അതിൽ ഉണ്ടാവുക. അപ്പൊ പൂജ്യത്തിന്റെ കാര്യം ഓക്കെ ആയല്ലോ. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നമ്പർ നമ്മൾ കണ്ടു, 16 ഇത് സ്ക്വയർ ആണോ? അല്ല. ഇതിന്റെ കൂടെ ഒരു പൂജ്യം ഉണ്ടായ സ്ക്വയർ ആയി. കാരണം എന്താ? 16 ഒരു സ്ക്വയർ ആണ്, പിന്നെ 2 സ്ക്വയറുകൾ, 2 പൂജ്യം വന്നു കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ അത്രയാണ് പൂജ്യത്തിന്റെ കാര്യം വരിക. ഇനി 1 വരുന്ന കാര്യം എടുക്കാം നമുക്ക്. 1 വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ അവസാനം 2 നമ്പർ, ലാസ്റ്റ് 2 നമ്പർ നമുക്ക് പറയാൻ പറ്റും. 1 വരുന്ന സമയത്ത് അതിന്റെ 10ന്റെ സ്ഥാനത്ത്, 10ന്റെ സ്ഥാനം എന്ന് പറഞ്ഞാല് അതിന്റെ 2 അക്കങ്ങൾ കൂട്ടിയെടുക്കുമ്പോൾ, ഓക്കെ, ഇപ്പൊ 49 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് 1ന്റെ സ്ഥാനം, ഇത് 10ന്റെ സ്ഥാനം. 36 എന്ന് പറയുമ്പോൾ ഇത് 1ന്റെ സ്ഥാനം, ഇത് 10ന്റെ സ്ഥാനം. യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ വൺസ് ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ്, അതേപോലെ ഡിജിറ്റ് ഇൻ 10th പ്ലേസ്. ഓക്കെ, ആ 10ന്റെ സ്ഥാനത്ത് വരുന്ന നമ്പറുകൾ ഏതൊക്കെയാണെന്നറിയോ? 10ന്റെ സ്ഥാനത്ത് വരുന്ന നമ്പറുകൾ സ്ഥാനത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. 0 വരാം, 2 വരാം, 4 വരാം, 6 വരാം, 8 വരാം. ഒരു സംഖ്യ അവസാനിക്കുന്നത് പൂർണ്ണവർഗമാണെങ്കിൽ അവസാനിക്കുന്നത് 0, 1, 4, 5, 6, 9 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവസാനം വരുന്നത്. എങ്കിൽ അതിന്റെ 10ന്റെ സ്ഥാനത്ത്, 10ന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? ഇപ്പൊ 169 ഉണ്ട് വിചാരിച്ചോ. അപ്പൊ ഇതിന്റെ 10ന്റെ സ്ഥാനം ഏതാ വരിക? 6, അറിയാലോ. അപ്പൊ അങ്ങനെ 1ൽ അവസാനിക്കുന്ന നമ്പറിന്റെ 10ന്റെ സ്ഥാനത്ത് ഈ 0, 2, 4, 6, 8 എന്ന അക്കങ്ങളാണ് വരിക. അതിന്റെ എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ 2601 എന്ന് പറയുന്നത് 51ന്റെ സ്ക്വയർ ആണ്. നോക്കിയേ, ലാസ്റ്റ് എന്ത് വന്നു? 0, 1 വന്നു. കണ്ടോ? 10ന്റെ സ്ഥാനത്ത് ഇവിടെ 1 വന്നു, 10ന്റെ സ്ഥാനത്ത് 0 വന്നു. 121 നിങ്ങൾക്കറിയാം, അത് 11ന്റെ സ്ക്വയർ ആണ്. 121, അപ്പൊ 2 വന്നു. പിന്നെ 4 വരുന്നത് 441, 21ന്റെ സ്ക്വയർ ആണ് 441. അപ്പൊ അവിടെ 4 വന്നു. നോക്കിയേ, 4 വന്നു, 2 വന്നു, 0 വന്നു. 19ന്റെ സ്ക്വയർ ആണ് എത്ര? 361. അവിടെ 6 വന്നു. പിന്നെ നിങ്ങൾക്കറിയാം 81 എന്ന് പറയുന്നത് 9ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 8 വന്നു. ഓക്കെ, 0, 2, 4, 6, 8 ഈ നമ്പറുകളാണ് 10ന്റെ സ്ഥാനത്ത് വരിക. അതായത് ഏറ്റവും അവസാനം 1 ഉണ്ടാകുമ്പോൾ 10ന്റെ സ്ഥാനത്ത് വരുന്ന നമ്പറുകളാണ് ഇരട്ട സംഖ്യകൾ. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. 10ന്റെ സ്ഥാനത്ത് ഇരട്ട സംഖ്യകൾ വരും. 4 അവസാനിക്കുന്ന നമ്പർ പൂർണ്ണവർഗമാണെങ്കിൽ അതിന്റെ 10ന്റെ സ്ഥാനത്ത് വരുന്നത് 0, 2, 4, 6, 8. നോക്കൂ, ഇത് 52ന്റെ സ്ക്വയർ ആണ്. പഠിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ ഇവിടെ 0, 4 കിട്ടി. പിന്നെ 18ന്റെ സ്ക്വയർ ആണ് ഇത് 324. 12ന്റെ സ്ക്വയർ ആണ് 144. നോക്കിയാൽ 0, 2, 4, 64. 8ന്റെ സ്ക്വയർ ആണ് 28ന്റെ സ്ക്വയർ ആണ് 784. അപ്പൊ അവിടെയും നിങ്ങൾക്ക് കാണാം ഇരട്ട സംഖ്യകളാണ് വരുന്നത് 10ന്റെ സ്ഥാനത്ത്. 9 വരുന്ന സമയത്തും 10ന്റെ സ്ഥാനത്ത് വരുന്നത് എന്താണ്? ഇതേമാതിരി ഇരട്ട സംഖ്യകൾ തന്നെയാണ്. ഈ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയത് ഇത് 53ന്റെ സ്ക്വയർ ആണ് 2709. അപ്പോൾ 729, 27ൻ്റെത് 7ന്റെ സ്ക്വയർ, 13ന്റെ സ്ക്വയർ, 17ന്റെ സ്ക്വയർ. ഇതിൽ നോക്കിയാൽ അവസാനം 9 വരുമ്പോൾ അതിന്റെ 10ന്റെ സ്ഥാനത്ത് വരുന്നതെല്ലാം
ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക. എന്ത് ഓർമ്മിച്ച് വെക്കുക? 1, 4, 9 എന്ന് പറയുന്ന ഒരു പൂർണ്ണവർഗമാണല്ലോ. ഈ പൂർണ്ണവർഗം എന്ന് പറയുന്ന നമ്പറിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഈ 1, 4, 9 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ 10ന്റെ സ്ഥാനത്ത് വരുന്നതെല്ലാം ഇരട്ട സംഖ്യകളായിരിക്കും ഓർമ്മിച്ച് വെക്കുക. അപ്പൊ എന്തെല്ലായി? 0 നമ്മൾ പറഞ്ഞു, 2 0 വരണമെന്ന്, 1 പറഞ്ഞു, 4 പറഞ്ഞു, 9 പറഞ്ഞു. ഇനി ആരാ ബാക്കിയുള്ളതിൽ? 5, 6 ബാക്കിയുള്ളത്. അതിൽ 6 വരുന്നുണ്ടെങ്കിൽ അതിന്റെ 10ന്റെ സ്ഥാനത്ത് 6 വരുമ്പോൾ 10ന്റെ സ്ഥാനത്ത് വരുന്നത് ഒറ്റ സംഖ്യയിലായിരിക്കും. അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. 10ന്റെ സ്ഥാനത്ത് ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആയിരിക്കും വരിക. 10th പ്ലേസിൽ വരുന്നത് ഓഡ് നമ്പർ ആയിരിക്കും. ഉദാഹരണം നിങ്ങൾക്കറിയാം, 16, 1 ഒറ്റ സംഖ്യ അല്ലെ, 1 ഒറ്റ സംഖ്യയാണ്. പിന്നെ 36, അത് നിങ്ങൾക്ക് അറിയാം. 6ന്റെ അവസാനം വരുമ്പോൾ 3 വരും. 56, 256. നോക്ക്, ഇവിടെ വരുന്ന നോക്കിയാൽ 5, ഇവിടെ വരുന്നത് നോക്കിയാൽ 3, പിന്നെ 7 അവസാനം വരുന്നത്. നമുക്ക് 576, 24ന്റെ സ്ക്വയർ ആണ്. ഇത് 16ന്റെ സ്ക്വയർ ആണ്. ഇത് ഈ 576 എന്ന് പറയുമ്പോൾ അത് 24ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 1, 3, 5, 7, പിന്നെ 196 എന്ന് എഴുതാം അല്ലെ. അപ്പൊ നോക്കി 6 വരുമ്പോൾ ഇപ്പൊ 9, ഇത് 14ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഒരു നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, ഇതിന് മാത്രമാണ് എന്ത് വരുന്നത്? ഒറ്റ സംഖ്യകൾ വരുന്നത്. ഓർമ്മിക്കണം. അപ്പൊ ഒരു സ്ക്വയർ കണ്ടുപിടിച്ചാൽ അവസാനം 6 ഉണ്ടെങ്കിലും അതിന്റെ 10ന്റെ സ്ഥാനത്ത് ഇരട്ട സംഖ്യ വന്നാൽ അത് എന്താവില്ല? ഇവൺ നമ്പർ വന്ന 10ന്റെ സ്ഥാനത്ത് ഇവൺ നമ്പർ വന്നാൽ അത് സ്ക്വയർ ആവില്ല. അപ്പൊ ഒരു പുതിയ ട്രിക്ക് പഠിച്ചല്ലോ. ഓക്കെ, ഇനി വരുന്നത് 6 കഴിഞ്ഞു. പിന്നെ വരുന്നത് ആരാ? 5 ആണ്. 5 വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ലാസ്റ്റ് 2 ഡിജിറ്റ് 25 ആയിരിക്കും. അത് ഉറപ്പ്. ഏതിന്റെ പറഞ്ഞാലും നിങ്ങൾ നോക്ക്, 5ന്റെ സ്ക്വയർ 25, 15ന്റെ സ്ക്വയർ 225. നോക്ക്, 25, 25ന്റെ സ്ക്വയർ 625. നോക്ക്, 25, 35ന്റെ സ്ക്വയർ 1225. നോക്ക്, 25. കണ്ടില്ലേ? അപ്പൊ ഈ നമ്പറുകളാണ് അതില് വരുന്നത് എന്നുള്ളതാണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് വരുന്നത് എന്തായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ 25 എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് കിട്ടുക. വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇനി നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇത് അപ്പൊ ഇനി അതിനറിയേണ്ടത്, ഇവിടെ വരുമ്പോ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഈ 10ന്റെ സ്ഥാനം 25 വന്നു, അതങ്ങനെ തീർത്തു വെച്ചു. എന്നാല് 5ൽ അവസാനിക്കുന്ന നമ്പറിന് 25 വരുന്നത് മാത്രല്ല, 100ന്റെ സ്ഥാനത്തെ നമ്പറും കൂടെ നമുക്ക് പറയാൻ പറ്റും. 100ന്റെ സ്ഥാനത്തെ നമ്പർ നോക്കിക്കോ. ഇവിടെ 100 ഇല്ല, 25 ഉള്ളൂ. ഇവിടെ 100ന്റെ സ്ഥാനത്ത് വരുന്നത് 2, 100ന്റെ സ്ഥാനത്ത് വരുന്നത് 2, 100ന്റെ സ്ഥാനത്ത് വരുന്നത് 2. ഇനി നോക്കാം, ഇപ്പൊ നമുക്ക് 45ന്റെ സ്ക്വയർ ഞാൻ എഴുതാം. അത് 20, 25 വരിക. അപ്പൊ 100ന്റെ സ്ഥാനത്ത് വരുന്നത് 0. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും, 5ന്റെ സ്ഥാനത്ത് 5 അവസാനം വരുന്നതെങ്കിൽ 100th പ്ലേസിൽ, ഇത് പലർക്കും അറിയാത്ത കാര്യമാണ് കേട്ടോ, 100ന്റെ സ്ഥാനത്ത് 0, 2, 6 ഈ 3 നമ്പറുകൾ മാത്രമേ വരുള്ളൂ. അപ്പൊ 25 മാത്രം കണ്ടിട്ട് നോക്കണ്ട, അതിന്റെ മുമ്പില് 0, 2, 6 വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, 25 മാത്രമല്ല, ഇതൊന്ന് പ്രത്യേകമായിട്ടൊന്ന് ഓർമ്മിച്ച് വെക്കണം. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, ഈ 5ന്റെ സ്ക്വയറിൽ പിന്നെ 100ന്റെ ഇല്ല, 100 ഇല്ല. അപ്പൊ പിന്നെ അതിനെ ഒഴിവാക്കിയാൽ ബാക്കി എല്ലാം ഇപ്പം 100ന്റെ സ്ഥാനം അല്ലെ, മൂന്നാമത്തെ 100ന്റെ പ്ലേസ് വരുന്നുണ്ടല്ലോ, 0, 2, 6. അപ്പൊ സ്ക്വയർ എങ്ങനെയാണ് കണ്ടിട്ട് മനസ്സിലാക്കാമെന്ന് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രത്യേകത, ഒരു സ്ക്വയർ ആണ് എങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റും അതിലത്തെ സം ഓഫ് ഡിജിറ്റ്സ്. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അക്കങ്ങളുടെ തുക, അക്കങ്ങളുടെ തുക 1 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 7. ഇത് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. 1947 ഓർമ്മിക്കുന്നതിനുള്ള 1, 9, 4, 7 ഇവയിൽ ഏതെങ്കിലും ഒന്നിലാണ് അക്കങ്ങളുടെ തുക അവസാനിക്കുക. നമുക്ക് നോക്കാം, 144 എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ ആണ്. ഇതെല്ലാം കൂട്ടി നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 1, 4, 5, 5, 4,
9. കണ്ടോ 9 വന്നല്ലോ. ഓക്കെ, ഇനി നമുക്ക് നോക്ക് 576 24ന്റെ സ്ക്വയർ ആണ്. നമുക്ക് കൂട്ടി നോക്കാം. 5 7 12 അല്ലേ, ഇത് കൂട്ടുക ഇത് കൂട്ടുക. 5 7 12 12 6 18. നിർത്തരുത്, ആ 1 8 കൂട്ടുക, അതും എത്രയെത്തി? അവസാനം ഒറ്റ അക്ക തുകയിലെത്തുമ്പോൾ അതെല്ലാം ഏതിലെത്തും? ഈ പറഞ്ഞിരിക്കുന്ന മാതിരി 9-ലെത്തും. ഇനി നമുക്ക് നോക്കാം. നമുക്ക് ഇതാ ഇപ്പൊ ഒരു നമ്പർ 25 5ന്റെ സ്ക്വയർ ആണല്ലോ. അതിന്റെ അക്കങ്ങളുടെ തുക നോക്കിയാൽ 2 5 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി? 7. നോക്കിയാൽ 7 അവസാനിക്കും. ഇനി നമുക്ക് വേണ്ടത് എത്ര? 4 അവസാനിക്കണം അല്ലെ. നമുക്ക് 4 അവസാനിക്കണം, 1 അവസാനിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ 169 നോക്കാം. 169 1 6 അത് 7 അവസാനിക്കും. 1 6 7 9 16 16 169 എന്ന് പറയുന്നത് 13ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 1 6 9 കൂട്ടിയാൽ 16 കിട്ടും. ആ 1 6 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അപ്പൊ ഇനി ഇപ്പൊ നമ്മൾ എഴുതുമ്പോ 64 64 എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയർ അല്ലേ 64. ഇതിലെ അക്കങ്ങൾ കൂട്ടി വെക്കാൻ 6 4 കൂട്ടി നമുക്ക് എത്ര കിട്ടും? 10. ആ 10നെ വീണ്ടും കൂട്ടി നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 1ലേക്കും നമ്മൾ ആയിക്കഴിഞ്ഞു. ഇനി ഇപ്പൊ 49 49നെ കൂട്ടിയാൽ എത്ര കിട്ടും നമുക്ക്? 7ന്റെ സ്ക്വയർ അല്ലേ 49. 4 9 13 13നെ നമ്മൾ എന്ത് ചെയ്യാം? അതിനെ വീണ്ടും കൂട്ടുക. 1 3 കൂട്ടിയാൽ എത്ര? 4. നമുക്ക് എത്ര കിട്ടും? 4. അപ്പൊ ഏത് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിലും ഏത് പൂർണ്ണവർഗമാണെങ്കിലും അവയുടെ അക്കങ്ങളുടെ തുക കൂട്ടിക്കൂട്ടി പോയാൽ ഇവയിൽ ഏതെങ്കിലും ഒന്നില് 1 9 4 7 ആയിരിക്കും. ഇതല്ലാതെ വേറെ നമ്പറിൽ കൂട്ടി കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല എന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതും ഒരു പ്രധാന സൂചകമാണ് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് അറിയേണ്ടത് പെർഫെക്റ്റ് സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കലാണ്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ഏതൊക്കെയുണ്ട്? ഉദാഹരണത്തിന് 0.4 ഹോൾ സ്ക്വയർ. എന്താണ്? ഒരു ഡെസിമൽ നമ്പറിന്റെ സ്ക്വയർ വരുമ്പോൾ എന്താണ് പ്രത്യേകത? വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡെസിമൽ ഇല്ലാതെ ഇതിന്റെ സ്ക്വയർ എഴുതുക. നമുക്ക് കിട്ടും 16. കറക്റ്റ് അല്ലേ? 4ന്റെ സ്ക്വയർ 16. ഇവിടെ ഒരു ഡെസിമൽ ആണെങ്കിൽ സ്ക്വയറിൽ നേരെ ഡബിൾ വരും. അപ്പൊ 2 ഡെസിമൽ വരണം. അപ്പൊ ഇവിടെ കുത്തിട്ടാൽ മതി 0.16. അപ്പൊ സ്ക്വയറിൽ ഡെസിമലിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഡബിൾ വരും, ഡബിൾ ഡെസിമൽ വരും, ഡബിൾ ഡെസിമൽ വരും സ്ക്വയറിൽ. അതായത് ഇരട്ടി വരും, ഇരട്ടി സ്ഥാനം വരും, ഇരട്ടി സ്ഥാനം വേണം ഏതിന്? സ്ക്വയറിന്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. 0.03ന്റെ സ്ക്വയർ ആണ് എങ്കിൽ 3ന്റെ സ്ക്വയർ 9. ഇവിടെ 2 ഉണ്ട്. അപ്പൊ അതിന്റെ ഇരട്ടി എത്ര? 4. അപ്പൊ 1 2 3 0 വെച്ച് എടുക്കണം. അപ്പൊ 0.30 അപ്പൊ 4 സ്ഥാനമായില്ലേ? അപ്പൊ അത് ഓർമ്മിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡെസിമൽ നമ്പറിൽ വരുന്നത്. ഓക്കെ, രണ്ടാമത് സിമ്പിൾ കാര്യമാണ്. ഒരു ഫ്രാക്ഷൻ വന്നാൽ 2/5 ഹോൾ സ്ക്വയർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫ്രാക്ഷന്റെ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഇതില് സ്പ്ലിറ്റ് ചെയ്യുക, 2നും സ്ക്വയർ കൊടുക്കുക, ഡിവൈഡ് ബൈ 5നും സ്ക്വയർ കൊടുക്കുക. 2ന്റെ സ്ക്വയർ നമുക്ക് 4 കിട്ടും, ബൈ 5ന്റെ സ്ക്വയർ നമുക്ക് 25 കിട്ടും. ഓക്കെ, ഇനി 3/7 ഹോൾ സ്ക്വയർ ആണെന്ന് വിചാരിച്ചോ. അപ്പൊ എന്ത് ചെയ്യാം? 3ന് മാത്രമല്ല സ്ക്വയർ കൊടുക്കേണ്ടത്, ആർക്കും കൊടുക്കണം? 7നും. കാരണം ബ്രാക്കറ്റില്ലേ, 2നും ബാധകമാണ് ഈ സ്ക്വയർ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും 9/49 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ സ്ക്വയർ ഇതേമാതിരി നമുക്ക് കണ്ടുപിടിക്കാനാവും. ഇനി മറ്റൊരു കാര്യം അറിയേണ്ടത്, ഒരു പവറിനൊരു സ്ക്വയർ വന്നാൽ, അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ 2 ക്യൂബ് അതിനൊരു സ്ക്വയർ വന്നു വിചാരിച്ചോ. ഒരു പവർ ഉള്ളതിനൊരു സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താ വരിക? 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് ആണല്ലേ. 2 തവണ ഗുണിക്കുക, സ്ക്വയർ തവണ 2 തവണ ഗുണിക്കല്ലേ വേണ്ടി. ഓക്കെ, അപ്പൊ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? 2 2 2. ഈ 2 ക്യൂബ് പറഞ്ഞാൽ അതും 3 എഴുതണം അല്ലേ. അത് 3 തവണ എഴുതുന്നതാണ്. ഈ പവർ 3 ആണ്, 3 തവണ എഴുതണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും നോക്കൂ? 1 2 3 4 5 6 എണ്ണം കിട്ടി. എത്ര? 2 6 2. അപ്പൊ 2/6 എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതി നോക്കാതെ തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സ്ക്വയറിന്റെ കണ്ടുപിടിക്കാൻ പറ്റണം. അത് എന്താ വഴിയാ? 2/3
3 ഇൻറ്റു 2 എന്ന് എഴുതിയാൽ മതി. 3 ഇൻറ്റു 2 എത്ര? 6 അല്ലേ? അപ്പോൾ 2�6. അപ്പോൾ ഒരു പവറിന് ഒരു സ്ക്വയർ വന്നാൽ ആ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഉദാഹരണം 3⁵ ഹോൾ സ്ക്വയർ വന്നാൽ അതിൻ്റെ ഉത്തരം 3⁵ ഇൻറ്റു 2, അതായത് 3⁻10. ഓക്കെ, അതായത് സ്ക്വയർ വരുമ്പോൾ നേരെ ഡബിൾ ആക്കിയിട്ട് എഴുതണം, പവറിനെ ഡബിൾ ആക്കിയിട്ട് എഴുതണം. ഡെസിമലിനെ പോലെ തന്നെ ഡെസിമലിലും ഡബിൾ ആക്കിയിട്ട് എഴുതില്ലേ ഡെസിമലിൽ, അതേപോലെ പവർ എഴുതുമ്പോൾ പവർ ഡബിൾ ആണ് ആവുക. പവറിന്റെ സ്ക്വയർ അല്ല വരുന്നത്. 5 സ്ക്വയർ 25 അല്ല വരിക, 5 2 10 ഇരട്ടിയാണ് വരിക പവർ വരുമ്പോൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത്? ഈ സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്നത്. പിന്നെ ഈ ഫ്രാക്ഷൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വിചാരിച്ചാല് ഇതാ ഈ ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നിനും കൊടുക്കണ്ടേ ഞാൻ പറഞ്ഞു. എന്നാൽ ഇങ്ങനെ വന്നാലോ 3 ഹോൾ സ്ക്വയർ വന്നാൽ കുട്ടികൾ ചിലപ്പോൾ എഴുതും 3ന്റെ സ്ക്വയർ 9 എന്ന് എഴുതും. 1/2ന്റെ സ്ക്വയർ 1/4, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4 എഴുതും. ഇത് തെറ്റാണ്, അങ്ങനെയല്ല. അങ്ങനെ വരുന്ന സമയത്ത് അതിനാ ഏത് മോഡൽ എഴുതണം? ഈ മോഡലിലേക്ക് മാറ്റി എഴുതണം. മിക്സ്ഡ് ഫ്രാക്ഷന് ഇത് ഇങ്ങനെ എഴുതുന്നതിന് ഇങ്ങനെ എഴുതണം. അപ്പൊ ഇങ്ങനെ എഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ എഴുതുക. അതിനൊരു വഴിയുണ്ട്. ഈ 2 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 3 6, എന്നിട്ട് മേലത്തത് കൂട്ടുക. ഇങ്ങനെ ഗുണിച്ചിട്ട്, അതായത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഗുണിക്കല് ഇവിടെ കൂട്ടല്, അപ്പൊ തീർന്നു. അപ്പൊ 2 3 6 1 7, 7/2 തന്നെ ഇവിടെ കൊടുത്താൽ മതി. ഈ താഴെയുള്ള 2 തന്നെ ഇവിടെ വരും. 7/2 ഹോൾ സ്ക്വയർ. ഇനി പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഉത്തരം 7² സ്ക്വയർ 2ന്റെ സ്ക്വയർ 49/4. അപ്പൊ 49/4 ഈ മോഡലിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് 12/1/4 കിട്ടും. അതെങ്ങനെയാ? 49നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു 4 ഒന്നുമില്ല, 0 വേണമെങ്കിൽ എഴുതാം. 9 എഴുതി, 9ൽ 4 2 4 8, ബാക്കി 1. ഇനി കുറക്കാൻ പറ്റില്ല, ഇനി ഹരിക്കാൻ പറ്റില്ല. അപ്പൊ 12 ഇവിടെ കൊടുക്കുക. ഈ റിമൈൻഡർ ഈ മേലെ കൊടുക്കുക. ഡിവൈഡഡ് ബൈ ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് തന്നെ ഇവിടെ എഴുതുക. ഓക്കെ, ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോ. 4 ഇൻറ്റു 12 48, 48 1 49. കറക്റ്റ്, അത് തിരിച്ചു വന്നത് കറക്റ്റ്. അപ്പൊ അങ്ങനെ എഴുതാൻ ഇതൊന്ന് കൃത്യമായി പഠിക്കണേ. ഈ മോഡലിനെ ഇങ്ങനെയാക്കി എഴുതണം. അപ്പൊ അത് കുട്ടികൾ പലപ്പോഴും തെറ്റിക്കുന്നതാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത്? സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. കാരണം എന്താണ് സ്ക്വയർ എന്നോ ആ സ്ക്വയറിന്റെ പ്രത്യേകതകൾ എവിടെയൊക്കെയാണ് വരുന്നത് എന്നും മനസ്സിലാക്കുന്നതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യപ്പെട്ട പല ടോപ്പിക്കുകളും ഈ മാത്സ്യൂളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ കയറിയിട്ട് മാത്സ്യൂൾ അടിച്ചു കഴിഞ്ഞ് ചാപ്റ്ററിൻ്റെ പേരും അടിച്ചാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒന്നിലധികം വീഡിയോസ് ഓരോ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ.